കഴിവുള്ള മുതിർന്ന പല നേതാക്കളെയും മാറ്റി നിർത്തിയാണ് കെ.പി.സി.സി പ്രസിഡന്റിനെ തീരുമാനിച്ചതെന്ന് പത്മജ വേണുഗോപാൽ. കെ മുരളീധരൻ കഴിവ് തെളിയിച്ച പ്രസിഡന്റാണ്. കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കണ്ണൂരിൽ മാത്രം അറിയാമെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ സുധാകരൻ ശക്തനായ നേതാവായിരുന്നു. കഴിവുള്ള പല നേതാക്കളെയും മാറ്റി നിർത്തിയാണ് കെ.പി.സി.സി പ്രസിഡന്റിനെ തീരുമാനിച്ചത്. സണ്ണി ജോസഫിനെ കുറിച്ച് മുരളീധരൻ പറഞ്ഞത് ശരിയാണ്. തന്നോടും മലബാറിൽ നിന്നുള്ള പലരും സണ്ണി ജോസഫ് ആരാണെന്ന് ചോദിച്ചു. പുതിയ പ്രസിഡന്റ് കഴിവ് തെളിയിക്കട്ടെ എന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. കെ സുധാകരൻ എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവ് തന്നെയായിരുന്നു. അതിന് പകരം വെക്കാൻ ഇപ്പൊ ഒരാളെയും ഉണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ തള്ളിക്കളഞ്ഞ് എന്തുകൊണ്ട് പിന്നെ എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവുകൾ തെളിയിക്കട്ടെ. നമുക്കിപ്പോൾ അതിലൊന്നും പറയാനില്ല, കാത്തിരുന്ന് കാണാം. തന്റെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇതുവരെ കോൺഗ്രസ് അന്വേഷണം നടത്തിയിട്ടില്ല. കെ.പി.സി.സി പ്രസിഡന്റിനെ നിശ്ചയിക്കാൻ സഭ ഇടപെട്ടെന്ന് കരുതുന്നില്ല. കോൺഗ്രസ് ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. എന്നാൽ ബി.ജെ.പി അങ്ങനെയല്ല. ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാൻ ബി.ജെ.പിക്ക് കഴിയുന്നുവെന്നും പത്മജ വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യം വേണമെന്ന് ഇവർക്ക് തോന്നിയോണ്ടാണ്. പക്ഷെ ഇപ്പൊ ജനങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന കാലമൊക്കെ മാറി എന്നുള്ളവർ അവരിപ്പോഴും പഴയ കാലത്തിൽ നിൽക്കുക. പുതിയത് അവർ കണ്ടു തുടങ്ങിയിട്ടില്ല. ബി.ജെ.പിയുടെ വ്യത്യാസം അതാണ്. ബി.ജെ.പി ജനങ്ങളുടെ മനസ്സറിഞ്ഞിട്ടാണ് ആൾക്കാർ വെക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ വീട്ടിലെത്തി പത്മജ വേണുഗോപാൽ കുടുംബാംഗങ്ങളെ കണ്ടു. കുറച്ച് വൈകി ഞാൻ ഇവിടെ എത്താൻ. പക്ഷെ എനിക്ക് തോന്നിയിരുന്നു അന്നൊക്കെ ആളും ബഹളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞാൽ ഇവര് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം വരും. ആ സമയത്ത് അവരുടെ വേദനയിൽ പങ്കുകൊള്ളണമെന്ന് എനിക്ക് തോന്നി. ജനം, കൊച്ചി.